ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ അല്ലുക്കുട്ടൻ്റെ സ്കൂൾ റീഓപ്പൺസ് ഡേ ആണ്. പുതിയ ബാഗും വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും ബുക്കും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു അല്ലൂസ്. പക്ഷേ അവൻ്റെ മുഖത്ത് കാണുന്ന ഈ ഒരു വൈക്ലഭ്യം മറ്റൊന്നുമല്ല, പതിവിൽ നേരത്തെ എഴുന്നേറ്റ് കുളിച്ചതിൻ്റെ ഒരു ക്ഷീണമാണ്. ഫസ്റ്റ് ഡേ ആണെങ്കിലും ഇവർക്ക് യൂണിഫോം തന്നെ ഇടണമെന്ന് ഇന്നലെ സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യൂണിഫോമിൽ തന്നെ പോകുന്നത്. അല്ലെങ്കിൽ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കളർ ഡ്രസ്സ് തന്നെ ഇടാമായിരുന്നു. അങ്ങനെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് വൈഷ്ണവി അവന് യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. യൂണിഫോമൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് വേണം ഇടാനെന്നാണ് അവൻ പറയുന്നത്. കൊച്ചുകുട്ടിയാണെങ്കിലും ഇപ്പോഴേ അതിനൊക്കെ ഒരു ശ്രദ്ധയുണ്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കുകയെന്ന് കണ്ടപ്പോഴത്തേക്കും വളരെ പതിയെ ഒരു ഹായ് ഒക്കെ തരുന്നുണ്ട്. ബുദ്ധിമുട്ടി ഹായ് തന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവന് ഉറക്കത്തിൽ നിന്നുള്ള ആ ഒരു ഹാങ് ഓവർ വിട്ടിട്ടില്ലെന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, വെക്കേഷൻ്റെ ഒരു മൂഡിൽ നിന്നും ഒക്കെ ഒന്ന് മാറാനായിട്ട് കുറച്ച് ദിവസമൊക്കെ എടുക്കുമായിരിക്കും. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ UKGയിൽ നിന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് മാറിയിരിക്കുകയാണ് അവൻ. അപ്പോൾ പുതിയ ടീച്ചറിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ സ്കൂളിലേക്ക് പോകാനുള്ള ബാഗൊക്കെ റെഡിയാക്കി വെച്ചു. അവൻ സ്പൈഡർമാൻ്റെ വലിയൊരു ഫാനാണ്. അതുകൊണ്ട് തന്നെ സ്പൈഡർമാൻ്റെ ബാഗും ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ സ്വന്തമായിട്ട് പോയി സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരാഴ്ചത്തേക്ക് കുട്ടികൾക്ക് ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട, വെള്ളവും സ്നാക്സും കൊണ്ടുപോയാൽ മതി. അപ്പോൾ മോൻ ഇന്ന് കൊണ്ടുപോകുന്നത് കുക്കീസും ക്രീം ബണ്ണുമാണ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഉമ്മ കൊടുക്കാനായിട്ട് ഓടിക്കുകയാണ്, രുദ്രയെ ഓടിക്കുകയാണ്. രുദ്രയ്ക്ക് അറിയത്തില്ലായിരുന്നു ആദ്യം എന്തിനാണ് ഓടിക്കുന്നതെന്ന്. പിന്നെയാണ് ഉമ്മയാണെന്ന് മനസ്സിലായത്. അപ്പോൾ തിരിച്ചവളും കൊടുത്തു. അങ്ങനെ പിന്നെ ആമിക്കുട്ടിക്ക് ഉമ്മ കൊടുത്തു. അമ്മാമ്മയ്ക്കും എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടെ സ്കൂളിൽ പോകാനായിട്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വൈഷ്ണവിയാണ് അല്ലുവിനെ കൊണ്ടുവിടുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ അല്ലൂസ് സ്കൂളിലെ ഓട്ടോയിലാണ് പോകുന്നത്. അങ്ങനെ 2 മാസത്തെ വേനലവധിക്ക് ശേഷം അല്ലൂസ് വീണ്ടും അവൻ്റെ പഴയ കൂട്ടുകാരെയും ടീച്ചേഴ്സിനെയും ഒക്കെ കാണുകയാണ്. അതിൻ്റെ ഒരു ഹാപ്പി മൂഡിലാണ്. അതോടൊപ്പം അവൻ്റെ സ്കൂൾ ലൈഫ് ഇവിടെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക.